ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ACB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തെല്ലാമാണെന്നുള്ളതാണ്. അല്ലേ, പരീക്ഷയൊക്കെ അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ആഴ്ചയിലും നമ്മൾ പഠിച്ചു പോകുന്ന കറണ്ട് അഫയേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പം നമ്മൾ എല്ലാ ചോദ്യങ്ങൾക്കും അപ്പുറത്തേക്ക് ഇപ്പം ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അല്ലേ, ഏകദേശം 10-12 കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ഈ പറഞ്ഞ പഠിച്ചു പോകാറുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് ഓഫ് ചോദ്യം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ആഴ്ചയിലും പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് വളരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് എല്ലാ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതെന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാനും ഒന്ന് എഴുതിയെടുക്കാനും നിങ്ങൾ എന്ത് ചെയ്യാവുന്നത് ശ്രമിക്കുക. ഓക്കെ അല്ലേ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, സെറ്റ് ആണല്ലേ? അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, ലോകത്തിലെ തന്നെ ഏറ്റവും അപകട ഭീഷണിയുള്ള ജോലികളിൽ ഒന്നായ കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായ മലയാളി ആരാണെന്നുള്ളതാണ്. അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഉത്തരം അറിയാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ വ്യക്തമായിട്ട് തന്നെ ഇതിന്റെ ഉത്തരം പറഞ്ഞു പോയതാണ്. അല്ലേ, ആണല്ലോ. ഇപ്പോൾ ഇത് MCQ ടൈപ്പ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, താഴെ കമന്റ് ബോക്സിൽ ഓരോന്നിന്റെ ഉത്തരങ്ങൾ എന്ത് നിങ്ങൾക്ക് നൽകി പോവാം. ഓക്കെ, അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും അപകട ഭീഷണിയുള്ള ജോലികളിൽ ഒന്നായ കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ മലയാളി അല്ലെങ്കിൽ വനിതയായ മലയാളി എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ പറയുന്ന വലിയ വലിയ അച്ചീവ്മെന്റുകൾ നേടുന്ന എപ്പോഴും അതുല്യ പ്രതിഭകളായിരിക്കും. അല്ലേ, ആരാണ്? അതുല്യ പ്രതിഭകളാണെന്നുള്ളത്. അല്ലേ, അപ്പൊ അത്തരത്തിലൊരു അതുല്യ പ്രതിഭയാണ് ആരെന്ന് പറയുന്നത് KV അതുല്യ എന്ന് പറയുന്നത്. അല്ലെ, ആരാണത്? KV അതുല്യ എന്ന് പറയുന്നത്. ഇവര് പറയുന്ന രീതിയിൽ കൊമേഴ്ഷ്യൽ ലൈസൻസ് മാത്രമല്ല എടുത്തത്. അതായത് പ്രധാനപ്പെട്ട ഒരു ചെറിയ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് അല്ല അവർ നേടിയെടുത്തത്. അവര് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെ, കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആഴക്കടലിലേക്ക് ഇറങ്ങി എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിൽ പര്യവേഷണങ്ങൾക്കും അതേപോലെ ഇൻഡസ്ട്രിയൽ പർപ്പസസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് ആണ് ഇതെന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അങ്ങനെ കിട്ടത്തില്ല. അല്ലേ, ഓക്കെ, അത്രത്തോളം റിസ്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ ജോലിക്കുണ്ട്. ഹൈലി പെയ്ഡ് ജോബാണ്, അതേപോലെ ഹൈലി റിസ്ക് ഉള്ള ഒരു ജോലി കൂടിയാണ്. അല്ലെ, അത് നേടിയെടുത്ത ആരാണ്? നമ്മുടെ സ്വന്തം KV അതുല്യാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സൗഹാർദ്ദ രാജ്യങ്ങളുമായി നടത്തുന്ന സഹകരണ കൂട്ടായ്മ ഏതാണെന്നുള്ളതാണ്. അല്ലെ, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സൗഹൃദ രാജ്യങ്ങളുമായി നടത്തുന്ന സഹകരണ കൂട്ടായ്മ ഏതാണെന്നുള്ളതാണ്. സഹകരണ കൂട്ടായ്മ അത് ഏതായിരിക്കാം? IOS സാഗർ. അല്ലെ, ഏതാണത്? IOS സാഗർ എന്നുള്ളതാണ്. എന്താണ് IOS എന്ന് പറയുന്നത്? IOS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് എന്നുള്ളതാണ്. അല്ലെ, ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് എന്നുള്ളതാണ് എന്ന് പറയുന്നത്. IOS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ്. ഇനി സാഗർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക സാഗർ കോട്ടപ്പുറോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കടലോ ഒക്കെ ആയിരിക്കും. അല്ലെ, എന്നാൽ ഈ കടലല്ല ഈ പറയുന്ന സാഗർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്നുള്ളതാണ് കേട്ടോ. സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്നുള്ളതാണ് ഈ പറയുന്ന സാഗർ എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സാഗർ എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത്, ഭരണനിർവഹണത്തിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം, AI-ക്ക് വേണ്ടിയിട്ട് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊന്നും നോക്കണ്ട, കണ്ണു അടച്ചു കുത്തിക്കുകയോ കേരളമാണ്. ഓക്കെ, മറ്റൊന്നും ആലോചിക്കേണ്ട, ഏതാണത്? കേരളമാണെന്ന്. നമ്മുടെ സ്വന്തം കേരളമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് പുതിയ വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം എന്ന് പറയുന്നത്. IT, വ്യവസായം, വാണിജ്യം എന്നീ പറയുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. അല്ലെ, കുഞ്ഞാലിക്കുട്ടിയാണ്. ഒക്കെ ഓർത്തിരിക്കണേ, കുഞ്ഞാലിക്കുട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന IT, വ്യവസായം അതേപോലെ തന്നെ വാണിജ്യം എന്നിവ എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്ന ആരാണ്? നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയാണ്. അല്ലെ, അദ്ദേഹം എവിടെ നിന്നാണ് ജയിച്ചു വന്നത്? മലപ്പുറത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ജയിച്ചു വന്നത്, മലപ്പുറം. ഓക്കെ അല്ലേ? നോട്ട് ചെയ്ത് നോക്കേ. അടുത്ത നമുക്ക് നോക്കാം. അടുത്തതാണ്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഗുജറാത്തിലെ വഡോദരയിലുള്ള ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് പൂർണ്ണമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ വിമാനം ഏതാണെന്നുള്ളതാണ്. അല്ലെ, ഇന്ത്യയുടെ ആദ്യത്തെ വിമാനം ഏതാണ്? പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ട്രാൻസ്പോർട്ട് വിമാനവും കൂടിയാണ് ഈ പറഞ്ഞ C295 വിമാനം എന്ന് പറയുന്നത്. അല്ലെ, പറയുന്ന സ്പെയിൻ ആണ് എന്ത് ചെയ്യുന്നത്, സാങ്കേതിക സഹായം അല്ലെങ്കിൽ പറയുന്ന സ്പെയിന്റെ എയർബസ് ആണ് ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന C295 വിമാനം നിർമ്മിക്കുന്നത് യഥാർത്ഥത്തിൽ. പക്ഷേ ഈ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ഈ സ്പെയിന്റെ എയർബസുമായി
കൂടിച്ചേർന്നുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതേ വിമാനം സ്പെയിനിൽ നിർമ്മിക്കാതെ എവിടെ കൊണ്ട് നിർമ്മിക്കുന്നു, ഇന്ത്യയിൽ നിർമ്മിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേഡ് ഇൻ ഇന്ത്യ അല്ലെ. ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ നിർമ്മിക്കുകയാണെങ്കിൽ മേഡ് ഇൻ ഇന്ത്യ അല്ലെ. എന്നാൽ ഈ പറയുന്ന സംവിധാനം ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ തന്നെ അസംബിൾ ചെയ്ത് ഇവിടെ തന്നെ നിർമ്മിച്ച് ഇവിടെ തന്നെ പറപ്പിച്ച് ഇവിടെ തന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങളെ മേക്ക് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ നിർമ്മിച്ച വിമാനമാണ് C295 വിമാനം എന്ന് പറയുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിനാണ് വിമാനത്തിന് എന്ത് ചെയ്യുന്നത്, ഉപയോഗം കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഇപ്പൊ സ്പെയിൻ്റെ ആണെന്ന് പറയുന്നത് എയർബസ്, സ്പെയിനുമായിട്ട് എന്ത് ചെയ്തിരുന്നു, നമ്മൾ ഈ പറയുന്ന കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അടുത്തത് കേരള ഹൈക്കോടതിയിലെ പുതിയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിതനായത് ആരാണെന്നുള്ളതാണ്. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആണ്, അഡീഷണൽ സോളിസിറ്റർ ജനറൽ അല്ല അല്ലെ. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിതനായത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ആണെന്നുള്ളതാണ് അല്ലെ. ആരാണത്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ആണ്. ഒരു കാര്യം ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഈ പറയുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ വേറെ, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ വേറെ. ഈ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആണ് ചോദിക്കുന്നതെങ്കിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് കേരള ഹൈക്കോർട്ട് എന്നുള്ള ചോദ്യമാണ് വരുന്നതെങ്കിൽ ഹൈക്കോടതിയിലൊക്കെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കുക, അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് കേരളയാണ് ചോദിക്കുന്നതെങ്കിൽ അതാരാണത്, പി ശ്രീകുമാർ ആണ് കേട്ടോ. ആരാണത്, പി ശ്രീകുമാർ ആണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അല്ല, സോളിസിറ്റർ ജനറൽ അല്ലെ. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് കേരള ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞാൽ പി ശ്രീകുമാറും, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള ചോദിച്ചാൽ ആരാണത്, അത് ഈ പറഞ്ഞ രീതിയിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുമാണ്. ഓക്കെ അല്ലേ. അടുത്തത് 2026 മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണെന്നുള്ളതാണ് അല്ലെ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണെന്നുള്ളതാണ് ചോദ്യം. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം അല്ലേ എന്നാണ് ഈ പറയുന്ന മെയ് 22 ആണ്. അതിന്റെ പ്രമേയം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങുക എന്ന് പറഞ്ഞ ബേസിൽ നിന്നും തുടങ്ങി ആളുകളുടെ എല്ലാം പ്രീതി നേടിക്കൊണ്ട് തന്നെ ഘട്ടമായിട്ട് ആഗോളതലത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ് അല്ലെ. ബേസിൽ നിന്ന് തുടങ്ങി ആഗോളതലത്തിലേക്ക് എത്തുക, അതായത് ആഗോള സ്വാധീനത്തിനായിട്ട് പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അല്ലെ. ആഗോള സ്വാധീനത്തിനായിട്ട് പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നുള്ളതാണെന്ന് പറയുന്നത് 2026 മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്, ബയോഡൈവേഴ്സിറ്റി ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത്. അടുത്തത് കൊറിയൻ യുദ്ധത്തിന്റെ നിർണായക പങ്ക് വഹിച്ച ഇന്ത്യൻ സൈനികർക്ക് അല്ലെ, അതായത് 60th പാരാ ഫീൽഡ് റെജിമെന്റിന്റെ അല്ലെങ്കിൽ ഫീൽഡ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവർക്ക് വേണ്ടിയിട്ട് ആദരവ് അർപ്പിച്ചുകൊണ്ട് അടുത്തിടെ എവിടെയാണ് സ്മാരകം അനാവരണം ചെയ്തത് എന്നുള്ളതായിരുന്നു അല്ലെ. നമ്മൾ ഇന്നലെ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ. ഏതാണത് ഈ പറയുന്ന സിയോള് ദക്ഷിണ കൊറിയയില് കൊറിയൻ യുദ്ധം നടക്കുന്ന സമയത്തല്ലേ, കൊറിയൻ വാർ നടക്കുന്ന സമയം, കൊറിയൻ വാർ പൊട്ടിപ്പുറപ്പെട്ട സമയം 1950 1953 കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന USSRും USA തമ്മിൽ കൊറിയ എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തെ വെട്ടിമുറിച്ച് രണ്ടാക്കി മാറ്റി യുദ്ധം നയിച്ച സാഹചര്യത്തിൽ അവിടെയൊക്കെ സമാധാനത്തിന് വെള്ളരിപ്രാവുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു വന്നിറങ്ങുന്ന ഇന്ത്യൻ സൈന്യം 2 ലക്ഷത്തോളം വരുന്ന ആളുകളെ എന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന നോർത്ത് കൊറിയയെന്നോ സൗത്ത് കൊറിയയെന്നോ ഉള്ള വകഭേദങ്ങൾ നോക്കാതെ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെയും അവിടുത്തെ സൈനികരെയും അവിടുത്തെ അന്തേവാസികളെയും ഒരേപോലെ തന്നെ ശുശ്രൂഷിച്ചതിന്റെ ഫലമായിട്ട് അവരെ മെറൂൺ മാലാഖമാർ എന്ത് ചെയ്തു എന്ന് ഈ പറയുന്ന ജനങ്ങൾ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. അവരെ മെറൂൺ മാലാഖമാർ എന്ന് എന്ത് ചെയ്തു, അവർ വിളിച്ചു. അപ്പൊ ആ മെറൂൺ മാലാഖമാരാണ് ആരെന്ന് പറയുന്നത് 16th പാരാ ഫീൽഡ് റെജിമെന്റിലെ പട്ടാളക്കാർ എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ പറയുന്ന നോർത്ത് സൗത്ത് കൊറിയയോട് ഈ പറയുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഇന്ത്യൻ റെസൊല്യൂഷൻ UN പാസ്സാക്കുകയും അതിന്റെ ഭാഗമായിട്ട് സമാധാന ഉടമ്പടി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത് നെഹ്റു എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അത്രത്തോളം ഈ പറയുന്ന സൈനികർ 2 ലക്ഷത്തോളം വരുന്ന ആളുകളെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത്രയുള്ള ഒരു എളുപ്പമുള്ള കാര്യമല്ല അല്ലെ. അപ്പൊ അതിന് മുൻകൈ എടുത്ത് നിന്നിട്ട് പട്ടാളക്കാരാണ് ആരെന്ന് പറയുന്നത് 16th പാരാ ഫീൽഡ് ആംബുലൻസിന്റെ പട്ടാളക്കാരെന്ന് പറയുന്നത് ദ മെറൂൺ വാരിയേഴ്സ് എന്നും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന മെറൂൺ മാലാഖമാർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകളാണ് ഇവർ അല്ലെ. ഓർത്തിരിക്കാലോ. അതെവിടെയാണ്, കൊറിയ എന്ന് പറയുമ്പോഴേ ഓർത്തിരാവും ദക്ഷിണ കൊറിയ സിയോൾ ആണ് കേട്ടോ, ദക്ഷിണ കൊറിയ സിയോൾ. അടുത്തത് നിർമ്മിത ബുദ്ധിയുടെ സാങ്കേതിക വിദ്യ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച മലയാളത്തിലെ തന്നെ ആദ്യത്തെ ചിത്രവും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആർട്ട് ഹൗസ് സിനിമ എന്ന വിശേഷണം ഉള്ളതുമായിട്ടുള്ള ചിത്രം ഏതാണെന്നുള്ളതാണ് അല്ലെ. പൂർണ്ണമായിട്ടും നിർമ്മിക്കുക എന്നുള്ളത് അർത്ഥമാക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പം നായകന്മാരും ഒന്നുമില്ല, ക്യാമറയിലല്ല പകർത്തിയത്, തികച്ചും സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമാണെന്നുള്ളതാണ് അല്ലെ. ആ ചിത്രത്തിന് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ആരാണത്,
ആരാണ്? സിദ്ദിഖ് പറവൂരാണ് അല്ലെ. ഇപ്പോൾ സിദ്ദിഖ് പറവൂർ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയുടെ പേരെന്ന് പറയുന്നത് എന്താണ്? വാഗ്ദത്ത ഭൂമി എന്നുള്ളതാണ് അല്ലെ. എന്താണത്? വാഗ്ദത്ത ഭൂമി എന്നുള്ളതായിരുന്നു സിനിമയുടെ പേരെന്ന് പറയുന്നത് അല്ലെ. വാഗ്ദത്ത ഭൂമി. അടുത്തത്, എവറസ്റ്റ് കൊടുമുടി ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയ വ്യക്തിയാണ് സ്വന്തം ലോക റെക്കോർഡ് 2026 മെയ് മാസത്തിൽ തിരുത്തി കുറിച്ച പ്രശസ്തനായ വ്യക്തി ആരാണെന്നുള്ളതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 32 തവണ അല്ലെ. നമ്മുടെ എനിക്ക് തോന്നുന്നു ജസീനയാണെന്ന് തോന്നുന്നു അല്ലെ, ജസീനയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഏറ്റവും കൂടുതൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന്റെ റെക്കോർഡുള്ളത് കാമി റീത്ത എന്താണ് ഷെർപ്പയ്ക്ക് അല്ലേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരിയാണ്, കാമി റീത്ത ഷെർപ്പയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ എവറസ്റ്റ് കീഴടക്കിയതിന്റെ എന്ത് ചെയ്യുന്നത് ലോക റെക്കോർഡ് ഉള്ളത് അല്ലെ. അദ്ദേഹം 32 തവണയാണ് കേട്ടോ. 32 തവണയാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഈ പറയുന്ന എവറസ്റ്റ് കീഴി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയത് എഡ്മണ്ട് ഹിലാരിയുടെ സഹായത്തോട് കൂടി. അല്ലെ, എഡ്മണ്ട് ഹിലാരിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ എവറസ്റ്റ് കീഴടക്കുന്നത്. അതിന് അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ടായിരുന്ന ഷെർപ്പയാണ് ആരെന്ന് പറയുന്നത് ടെൻസിംഗ് നോർഗെ എന്ന് എന്ത് ചെയ്തിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതാണ് ഓപ്ഷൻ എ ആയിട്ട് എന്ത് ചെയ്യുന്നത് അവരെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് കാമി റീത്ത ഷെർപ്പയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ഉത്തരം കേട്ടോ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയത് ആരാണ്? കാമി റീത്ത ഷെർപ്പയാണ്. അടുത്തത്, മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് ദേശസ്നേഹം വളർത്തുക ലക്ഷ്യത്തോടു കൂടി തന്നെ എല്ലാ മദ്രസകളിലും വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണെന്നുള്ളതായിരുന്നു അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന വന്ദേ മാതരം എന്ന് പറയുന്നത് ഈ പറയുന്ന നാഷണൽ ആന്തത്തിനോട് കൂടി തന്നെ അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട് ബഹുമാനവും സ്നേഹവും അതേ റെസ്പെക്ട് നൽകേണ്ട ഒരു ഗീതമാണെന്ന് എന്ത് ചെയ്തു പലപ്പോഴും ഈ നമ്മൾ പറയാറുള്ളതാണ്. ആർട്ടിക്കിൾ 51A അല്ലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഈ പറയുന്ന നാഷണൽ സിംബൽസിന് എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണോ എന്നുള്ളത് അല്ലെ. നാഷണൽ സിംബൽസിനെ റെസ്പെക്ട് ചെയ്യണോ എന്നുള്ള പ്രധാനമായിട്ട് അത് പ്രതിപാദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൂടെ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. കൂടാതെ തന്നെ 1875 ആദ്യമായിട്ട് ഈ പറയുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിന്റെ ബംഗാദർശ് എന്ന് പറയുന്ന ലിറ്റററി ജേണലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് എഴുതി പ്രസിദ്ധീകരിക്കുന്നത്. ഇതിന്റെ മുഴുവൻ രേഖ 1882 എന്ത് ചെയ്യുന്നത് ആനന്ദ്മഠ് എന്ന നോവലിലൂടെ ഇതിന്റെ പൂർണ്ണമായ രൂപം എന്ത് ചെയ്യുന്നത് വിളിക്കുക പബ്ലിഷ് ആവുന്നത് എന്നുള്ളതാണ്. 1896 എന്ത് ചെയ്യുന്നത് രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിന്റെ കൽക്കട്ട സെഷനിൽ വെച്ച് എന്ത് ചെയ്യുന്നത് ഈ ഗാനം ആലപിക്കുന്നത്. 1950 ജനുവരി 24 എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന വന്ദേ മാതരം ഇന്ത്യ ഔദ്യോഗികമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു അല്ലെ. ഈ പറഞ്ഞ 1971 പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ആരെങ്കിലും ഈ പറഞ്ഞ നാഷണൽ സിംബിൾസിനെതിരെ എന്ത് ചെയ്യുന്നത് റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുകയോ മറ്റ് പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു നടപടി അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഗവർണറും പ്രസിഡന്റും ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന പരിപാടികൾക്കെല്ലാം തന്നെ എന്ത് ഉണ്ടാകണം? ആദ്യം തന്നെ, അതായത് ഗവർണർ പങ്കെടുക്കുന്നത് പ്രസിഡന്റ് പങ്കെടുക്കുന്നതുമായിട്ടുണ്ടായിരുന്ന ഏത് പരിപാടിയുടെയും ആദ്യം തന്നെ എന്ത് ആലപിക്കണം എന്നുള്ളത് ഈ പറയുന്ന രീതിയിൽ വന്ദേ മാതരം ആലപിക്കണം എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ട് എന്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് പശ്ചിമ ബംഗാളാണ് കേട്ടോ. എന്താണത്? പശ്ചിമ ബംഗാളാണെന്നുള്ളത് എന്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഏകദേശം പശ്ചിമ ബംഗാളിന്റെ സിലിഗുരി കോറിഡോറിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന, അതായത് നമ്മുടെ ചിക്കൻ നെക്കിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന 120 ഏക്കർ വരുന്ന സ്ഥലം അല്ലെ. ഇപ്പൊ എന്താണ് സുവേന്ദു അധികാരി, അതായത് വെസ്റ്റ് ബംഗാളിന് മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന സുവേന്ദു അധികാരി അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? 120 ഏക്കർ വരുന്ന സിലിഗുരി കോറിഡോറിന്റെ ഭാഗങ്ങൾ BSFന് കൈമാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, കാർഷിക ആനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ഡിജിറ്റൽ പരാതി ഏതാണെന്നുള്ളതായിരുന്നു അല്ലെ. ഡിജിറ്റൽ പരാതി അല്ല, പദ്ധതി ഏതാണെന്നുള്ളതാണ് അല്ലെ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പദ്ധതി എന്ന് പറയുന്നത് അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി എന്നുള്ളതാണ് അല്ലെ. എന്താണ്? അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി എന്നുള്ളതാണ്. അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി അല്ലെ. ഓക്കെ അല്ലെ. അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി എന്നുള്ളതാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ വനിതാ ക്യാറ്റ് എ ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറായിട്ട് അടുത്തിടെ ചരിത്രം കുറിച്ചത് ആരാണെന്നുള്ളതാണ് അല്ലെ. ക്യാറ്റ് ഓഫീസറായിട്ട് ചരിത്രം കുറിച്ചത് ആരാണെന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു സൈനിക ഉദ്യോഗസ്ഥനെ പറ്റി ആ ചോദ്യം വന്നാലും നിങ്ങൾ ആ ഓപ്ഷനകത്ത് അദ്ദേഹത്തിന്റെ റാങ്ക് കൊണ്ടു നോക്കാം. റാങ്ക് എന്ന് പറയുന്നത് എയർഫോഴ്സിന് സമാനമായ റാങ്കാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലെ. മേജറെന്നോ ക്യാപ്റ്റനെന്നോ ലെഫ്റ്റനന്റ് കമാൻഡർ എന്നുള്ളതല്ല അല്ലെ. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ആ സ്ക്വാഡ്രൺ ലീഡർ എന്നുള്ളതാണ്. സ്ക്വാഡ്രൺ ലീഡർ അല്ലെ. ആരാണ് സ്ക്വാഡ്രൺ ലീഡർ? എയർഫോഴ്സുകാർക്ക് നൽകുന്ന ഒരു പദവിയാണ്. മേജറിനോട് വളരെയധികം എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയിലെ മേജറിനോട് എന്ത് ചെയ്യുന്ന വളരെ തുല്യത പുലർത്തുന്ന ഒരു പദവിയും കൂടിയാണ് ഇപ്പൊ സ്ക്വാഡ്രൺ ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ സ്ക്വാഡ്രൺ ലീഡർ സാനിയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലൊരു പ്രശസ്തിയിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ. ക്യാച്ച് എ ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർ ആയിട്ട് എന്ത് ചെയ്യുന്നത് അടുത്തിടെ ചരിത്രം കുറിച്ചിട്ടുണ്ടായിരുന്നത്.
അടുത്തത് ഗുജറാത്തിലെ വമ്പൻ ജലസേചന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ കൽപസാർ പ്രൊജക്ടിന് സാങ്കേതിക സഹായം നൽകുന്നതിനായിട്ട് ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ സഹകരണ കരാറിൽ ഒപ്പുവെച്ചത് എന്നുള്ളതാണ് അല്ലെ. എന്താണ് കൽപസാർ പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗൾഫ് ഓഫ് കാമ്പത്തിന് സമീപത്തായിട്ട് ഏകദേശം 30 കിലോമീറ്ററോളം നീളം വരുന്ന ഭാഗങ്ങളിൽ ഡാം കെട്ടിയ ശേഷം ശുദ്ധജലം ശേഖരിക്കാൻ ലക്ഷ്യത്തോടു കൂടി തന്നെ ഗുജറാത്ത് സർക്കാർ നടപ്പിലാക്കുന്ന, ഗുജറാത്ത് സർക്കാർ എന്ന് പറയുന്ന അപ്പുറത്തേക്ക് ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി തന്നെ ഗുജറാത്ത് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൽപസാർ പ്രൊജക്ട് എന്ന് പറയുന്നത് അല്ലെ. കൽപസാർ പ്രൊജക്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പം അത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് നടപ്പിലാക്കുന്നത് ചോദിച്ചാൽ ഓർത്തിരിക്കുക, ഈ പറയുന്ന കടലിനകത്തെ ഡാം പണിയാൻ വളരെ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ ആരാണത്? അത് നെതർലൻഡുകാരാണല്ലേ. ആരാണത്? നെതർലൻഡുകാരാണ് അല്ലെ. ഇതേ നെതർലൻഡുകാർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വർഷങ്ങളോളം പഴക്കമുള്ള ഈ പറഞ്ഞ ചോള ഇൻസ്ക്രിപ്ഷൻ പേറ്റുകൾ എന്ത് ചെയ്യുന്നത് നമുക്ക് തിരികെ നൽകിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അടുത്തത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പുതിയ ഉത്തരവ് പ്രകാരം ഈ താഴെ പറയുന്ന വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത സ്ഥാപനം ഏതാണെന്നുള്ളതാണ് അല്ലെ. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ പെടാത്ത സ്ഥാപനം ഏതാണെന്നുള്ളതാണ്. കണ്ടാൽ തന്നെ അറിയാം, ഹൈക്കോടതി, CBI, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം എല്ലാം തന്നെ അവിടെ ഉണ്ട്. ഇതിനകത്ത് വരാത്തത് BCCI ആണ്, ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് BCCI. അതൊരു സ്വകാര്യ സ്ഥാപനമാണ്, സർക്കാർ സ്ഥാപനമല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല ഇതെന്ന് പറയുന്നത് അല്ലെ. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയോ അല്ലെങ്കിൽ സർക്കാർ ബോഡിയോ അല്ലെങ്കിൽ സ്ഥാപനമോ ഒന്നുമല്ല എന്ന് പറയുന്നത് ആ BCCI എന്ന് പറയുന്നത് സ്വകാര്യ സ്ഥാപനമാണെന്നുള്ളതാണ്. 2018 എന്ത് ചെയ്തിരുന്നു, ഇതിനെ വിവരാവകാശത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ മദ്രാസ് ഹൈക്കോടതിയുടെ അനുകൂലമായ വിധിയുടെ പുറത്ത് എന്ത് ചെയ്തിരുന്നു, ഇവര് RTIയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. അതേപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വരുമാനമുള്ളതും ഏറ്റവും സമ്പന്നവുമായിട്ടുള്ള ക്രിക്കറ്റ് ബോർഡ് കൂടിയാണെന്ന് പറയുന്നത് BCCI എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ പുതുതായി പരിഷ്കരിച്ച ലോഗോയിൽ എത്ര നക്ഷത്രങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അല്ലെ. ഇന്ത്യൻ റെയിൽവേയുടെ പുതുതായി പരിഷ്കരിച്ച ലോഗോയിൽ എത്ര നക്ഷത്രങ്ങളാണ് ഉള്ളത്? അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് ആകെ എത്ര സോണുകളാണുള്ളത്? 17 സോണുകളാണുള്ളത് അല്ലേ. 17 സോണുകളാണുള്ളത്. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്തു, പുതുതായിട്ടൊരു സോൺ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ റെയിൽവേക്ക് പുതുതായിട്ട് 18ാമത്തെ സോണും കൂടെ കിട്ടി അല്ലെ. എന്താണ് 18ാമത്തെ സോണ്? സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് പുതിയ 18ാമത്തെ സോൺ അല്ലെ. സൗത്ത് കോസ്റ്റ് റെയിൽവേ, സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് എന്തെന്ന് പറയുന്നത് 18ാമത്തെ സോൺ എന്ന് പറയുന്നത്, 18ാമത്തെ സോൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന 18ാമത്തെ സോണായിട്ട് മാറിയത് സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര സ്റ്റാർ ഉണ്ടെന്ന് ചോദിച്ച് ഓർത്തിരിക്കുക, 18 സ്റ്റാർ ഉണ്ട് അല്ലെ. അതുകൊണ്ടാണ് ചോദ്യം വരാനുള്ള സാഹചര്യം എന്ത് അവിടെ ഉണ്ടായത് അല്ലെ. അതേപോലെ തന്നെ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലെ, എന്താണ് കാര്യം എന്ന് പറയുന്നത് സദേൺ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ളത് അല്ലെ. സദേൺ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ് അല്ലെ. എവിടെയാണത്? ചെന്നൈയിലാണെന്ന് എന്ത് പ്രധാനമായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഓക്കെ. അതേപോലെ തന്നെ പിന്നെന്താണ് ഏറ്റവും വലിയ റെയിൽവേ എന്ന് പറയുന്നത് ഇപ്പം ഡൽഹിയാണ് കേട്ടോ. ഓക്കെ. ഏറ്റവും വലിയ റെയിൽവേ സോൺ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ റെയിൽവേ സോൺ, വലിയ റെയിൽവേ സോൺ എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഓക്കെ. അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സാറ്റലൈറ്റ് ടാഗ് ചെയ്ത ഗംഗ സോഫ്റ്റ് ഷെൽ ടർട്ടിൽ അല്ലെങ്കിൽ ആമയെ അടുത്തിടെ ഏത് ദേശീയ ഉദ്യാനത്തിലാണ് തുറന്നു വിട്ടത് എന്നുള്ളതായിരുന്നു. ഏത് ദേശീയ ഉദ്യാനത്തിലാണ് തുറന്നു വിട്ടത് എന്നുള്ളതാണ്. ഗംഗാ ടർട്ടിലിനെ തുറന്നു വിടുന്നത് പ്രധാനമായിട്ട് ആളുകൾ ആലോചിക്കുക ഗംഗാ സമുദ്രങ്ങളിലായിരിക്കും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ആളുകളിലെ മനസ്സ് പോവുക. എന്നാൽ ഈ പറഞ്ഞ ഗംഗാ സോഫ്റ്റ് ഷെൽ ടർട്ടിൽസിനെ പ്രധാനമായിട്ടും പുനരധിവസിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ മാറ്റുന്നത് കാസിരംഗ നാഷണൽ പാർക്കിലേക്കാണ് അല്ലെ. എവിടെയാണ്? കാസിരംഗ നാഷണൽ പാർക്കിലേക്കാണ്. ഈ പറയുന്ന ഒറ്റക്കൊമ്പുള്ള റൈനോസിന് വളരെയധികം പ്രസിദ്ധമായിട്ടുണ്ടായിരുന്ന കാസിരംഗ നാഷണൽ പാർക്ക് ഏകദേശം 8ഓളം വരുന്ന അല്ലെ, 8ഓളം വരുന്ന ശുദ്ധജല ആമകളുണ്ട്. ഓക്കെ. അതിലെ പ്രധാനപ്പെട്ട ഒരു ആമയാണ് ഈ പറയുന്ന ഗംഗാ സോഫ്റ്റ് ഷെൽ ടർട്ടിൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പം അതിനെയാണ് എന്ത് ചെയ്യുന്നത് കാസിരംഗ ദേശീയ ഉദ്യാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. കാസിരംഗ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയുടെ സമീപത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് പോകുന്നത് അല്ലെ. അല്ല, ബ്രഹ്മപുത്ര നദിയുടെ സമീപത്താണ് എന്തുള്ളത്? കാസിരംഗ നാഷണൽ പാർക്ക് ഉള്ളത് അല്ലെ. ബ്രഹ്മപുത്ര. അടുത്ത് നോക്കാം. CBI ഡയറക്ടറായിട്ട് കാലാവധി നീട്ടി തുടർ നിയമനം ലഭിച്ച വ്യക്തി ആരാണെന്നുള്ളതാണ് അല്ലെ. CBI ഡയറക്ടറായിട്ട് കാലാവധി നീട്ടി തുടർ നിയമനം ലഭിച്ച വ്യക്തി ആരാണെന്നുള്ളതായിരുന്നു. ആരാണത്? പ്രവീൺ സൂദ് തന്നെയാണ് അല്ലെ. പഴയ ആള് തന്നെയാണ് എന്ത് ചെയ്തു കാലാവധി നീട്ടി കിട്ടിയെന്നുള്ളതേ ഉള്ളൂ അല്ലെ. അടുത്തത് IPL ചരിത്രത്തിലെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയത് ആരാണെന്നുള്ളതാണ് അല്ലെ. IPL ചരിത്രത്തിലെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയത് ആരാണെന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട, കുത്തിക്കോ. ആരാണത്? വൈഭവ് സൂര്യവംശിയാണ് അല്ലെ. ചെറിയ പയ്യനാണ് അവൻ. ഈ പറയുന്ന രീതിയിൽ രാജസ്ഥാന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കളിക്കുന്നത്. അവൻ എന്ത് ചെയ്തു അടിച്ച് ഈ പറയുന്ന ഏറ്റവും സിക്സുകൾ എന്ത് ചെയ്തു നേടി എന്നുള്ളതാണ് അല്ലേ. ഓക്കെ അല്ലേ. അടുത്ത് നോക്കാം.
സിക്കിം സംസ്ഥാനത്ത് 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച സിഖ് മതവിശ്വാസികളുടെ വിവാഹങ്ങൾ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാനുള്ള ആക്ട് ഏതാണെന്നുള്ളതാണ് അല്ലെ. സിക്കിം സംസ്ഥാനത്ത് 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച സിഖ് മതവിശ്വാസികളുടെ വിവാഹങ്ങൾ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ആക്ട് ഏതാണെന്നുള്ളതാണ്. ഏതാണ് ആക്ട്? ഏതാണ്? നമ്മൾ പറഞ്ഞു ഈ പറയുന്ന എന്താണ് വിവാഹം എന്ന് പറയുന്നത് എന്താണ്? വളരെ ആനന്ദത്തോടു കൂടി തന്നെ ചെയ്യേണ്ട സംഭവമാണ് അല്ലെ. വിഷമിച്ചുകൊണ്ട് പോയി ആരും പോയി കല്യാണം കഴിക്കാറില്ല അല്ലെ. കല്യാണം കഴിക്കുന്ന ദിവസം അവർക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും അല്ലെ. ഇത് കഴിഞ്ഞായിരിക്കും മാറുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് സന്തോഷത്തോടു കൂടി തന്നെ വളരെ ആനന്ദത്തോടു കൂടി തന്നെ പോയി കല്യാണം കഴിക്കുന്നു ആലോചിക്കുക. അതായത് ആനന്ദ് മാരേജ് ആക്ട് അല്ലെ. എന്താണ് ആനന്ദ് മാരേജ് ആക്ട്? ഈ പറയും ഹിന്ദു മാരേജ് ആക്ടോ സ്പെഷ്യൽ മാരേജ് ആക്ടോ ഒന്നും അല്ല. ആനന്ദ് മാരേജ് ആക്ട് എന്നുള്ളതാണ് സിഖ് മത വിശ്വാസികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എന്തെന്ന് പറയുന്നത് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കല്യാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആക്ടാണ് കേട്ടോ അത്. അടുത്തത് വയോജന ക്ഷേമത്തിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ നയത്തിന് പ്രചോദനമായ ജാപ്പനീസ് ആശയം ഏതായിരുന്നു എന്നുള്ളതാണ് അല്ലെ. വയോജന ക്ഷേമത്തിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ നയത്തിന് പ്രചോദനമായ ജപ്പാനീസ് ആശയത്തിന്റെ പേര് എന്ന് പറഞ്ഞ ഇക്കിഗായ് എന്നുള്ളതാണ് അല്ലെ. എന്താണ് അതിന്റെ പേര്? ഇക്കിഗായ് എന്നുള്ളതായിരുന്നു. ജപ്പാനീസ് ആശയമായിട്ടാണ് ഇക്കിഗായ് എന്ന് പറയുന്നത്. ഏകദേശം 2001 മറ്റോ ആണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് നടത്തി വരുന്നത്. എന്നാൽ കേരളത്തില് ഈ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഒരു വകുപ്പ് എന്താണ് രൂപീകരിക്കുകയാണ് അല്ലെ. വയോജന വകുപ്പ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വയോജനങ്ങൾക്കായിട്ട് അതായത് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് കേരളത്തിലാണ്. അതിന്റെ കമ്മീഷന്റെ എന്തായിരുന്നു ചെയർമാൻ ആയിരുന്നു പറയുന്നത് സോമപ്രസാദ് എന്ന് പറയുന്നത് അല്ലെ. സോമപ്രസാദ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതും കൂടെ ഇന്ത്യ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തത് കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം തയ്യാറാക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണെന്നുള്ളതാണ് അല്ലെ. എന്താണ് കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ച് ധവളപത്രം വൈറ്റ് പേപ്പർ സമർപ്പിക്കാൻ അല്ലെങ്കിൽ തയ്യാറാക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണെന്നുള്ളതാണ്. ഉന്നതം ആകാശം അല്ലെ. ആകാശത്തുള്ളത് എന്താണ്? ചന്ദ്രനാണ്. അപ്പൊ അതായത് ഓർത്തിരിക്കുക ഡോക്ടർ KM ചന്ദ്രശേഖർ ആണ് അല്ലെ. ആരാണ്? ഡോക്ടർ KM ചന്ദ്രശേഖർ ആണ് അല്ലെ. ഓക്കെ അല്ലെ? അടുത്തത് തെരുവ് നായ്ക്കളുടെ അനിയന്ത്രിതമായിട്ടുള്ള വർധനവ് തടയുന്നതിനായിട്ട് സുപ്രീം കോടതിയും സർക്കാരും നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ABC പദ്ധതിയുടെ പൂർണ്ണരൂപം. അതായത് ABC പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് ആലോചിച്ച് പോകേണ്ട ആവശ്യമില്ല. ആനിമൽ ബർത്ത് കൺട്രോൾ സംവിധാനമാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വിഷയമുള്ള തെരുവ് നായകൾ, അതായത് ഈ പറയുന്ന അക്രമികാരികളായിട്ടുണ്ടായിരുന്ന തെരുവ് നായ്ക്കളെ എന്ത് ചെയ്യാം ഈ പറയുന്ന ദയാവധത്തിന് വിധിക്കാന്ന് എന്ത് ചെയ്തു പ്രധാനമായിട്ടും. അത് അക്രമികാരികൾ എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഈ പറയുന്ന പേവിഷബാധ ബാധിച്ചതിന് ശേഷം ഈ പറയുന്ന അക്രമികാരികളായിട്ടുണ്ടായിരുന്ന എന്തായിരിക്കും ആ പട്ടികളെ അല്ലെങ്കിൽ പറഞ്ഞ നായ്ക്കളെ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന രീതിയിൽ ദയാവധത്തിന് എന്ത് ചെയ്തിരുന്നു ഈ പറയുന്ന സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ദയാവധത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഹരീഷ് റാണെ പറ്റിയൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അടുത്തത് മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ KV മോഹൻകുമാറിന്റെ കൃതി എന്താണെന്നുള്ളതായിരുന്നു അല്ലെ. KV മോഹൻകുമാറിന്റെ കൃതി എന്ന് പറയുന്നത് ഉല നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെ എന്നുള്ളതാണ് അല്ലെ. നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെ എന്നുള്ളതാണ് എന്ന് പറയുന്നത് ആ KV മോഹൻകുമാറിന്റെ കൃതി എന്ന് പറയുന്നത്. KV മോഹൻകുമാറിന്റെ കൃതി എന്ന് പറയുന്നത്. അടുത്തത് 2026 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിന്റെ രചയിതാവ് ആരാണെന്നുള്ളതാണ്. തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിന്റെ രചയിതാവ് ആരായിരിക്കും? തായ്വാൻ ട്രാവലോഗ് എന്ന് പറയുന്ന എന്താണ് ആ നോവലിന്റെ രചയിതാവ് എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ കണ്ടാൽ തന്നെ പിടികിട്ടും. ആരാണ്? യാങ് ഷി വാങ്സി ആണ് അല്ലെ. പറയുന്ന യാങ് ഷുവാങ്സി ആണ്. യാങ് ഷി വാങ്സി അല്ല, യാങ് ഷുവാങ്സി ആണ്. യാങ് ഷുവാങ്സി ഒരു തായ്വാനീസ് എഴുത്തുകാരനാണ്. അദ്ദേഹം ഈ പറയുന്ന ജപ്പാൻ തായ്വാൻ എന്ത് ചെയ്യുന്നത് അടക്കി വെച്ച സമയങ്ങളിലെ ഒരു കഥയാണ് എന്ത് ചെയ്യുന്നത് തായ്വാൻ ട്രാവലോഗ് എന്ന് പറയുന്ന കഥയിലൂടെ അദ്ദേഹം പറയുന്നത്. ഇനി വിദേശ ഭാഷകളിൽ എഴുതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് ലണ്ടനിലും അതേപോലെ മറ്റു പ്രദേശങ്ങളിലുമായിട്ട് എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യുന്ന പുസ്തകങ്ങൾക്കാണ് എന്ത് കൊടുക്കുന്നത് ഈ പറയുന്ന ബുക്കർ പ്രൈസ് നൽകുന്നത് എന്നുള്ളതാണ് അല്ലെ. കഴിഞ്ഞ വർഷം ഇന്ത്യൻ നോവലായിട്ടുണ്ടായിരുന്ന ഹേട്ട്ലാം, അതായത് ഈ പറയുന്ന എന്താണ് ബാനു മുഷ്താഖിന്റെ ഹേട്ട്ലാം എന്ത് ചെയ്തിരുന്നു ഈ പറയുന്ന ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് അർഹമായിട്ടുണ്ടായിരുന്നു അല്ലെ. ദീപാവഷ്ടിയാണ് എന്ത് ചെയ്യുന്നത് അത് തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ലിൻ കിങ് എന്ന് പറയുന്ന വ്യക്തിയാണ് ലിൻ കിങ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പുസ്തകം എന്ത് ചെയ്യുന്നത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ലിൻ കിങ്. അടുത്തത് മാതൃഭാഷയിലെ വിദ്യാഭ്യാസം എന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അല്ലെങ്കിൽ അവകാശത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് 2026 മെയ് മാസത്തിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത് എന്നുള്ളതാണ്. അതായത് മൗലികാവകാശത്തിന്റെ ഭാഗമായിട്ട് റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അല്ലെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെ. പറയുന്ന രീതിയിൽ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പറയുന്ന സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19 ആണ് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ 19(1)(a) എന്ത് പറയുന്നത് മാതൃഭാഷയിൽ വിദ്യാഭ്യാസം എന്നുള്ളത് ഭരണഘടന അനുച്ഛേദം മൗലികാവകാശത്തിന്റെ ഏത് പരിധിയിൽ വരുമെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക അത് 19(1)(a) ആണെന്നുള്ളതാണ്. 19(1)(a) ആണ്. 21(a) എന്ന് പറയുന്നത് എഡ്യൂക്കേഷനെ ബന്ധപ്പെട്ടാണ് അല്ലെ.
ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ടതാണ് പറയുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ വിദ്യാഭ്യാസത്തിന് അവകാശമാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഉത്തരവായിട്ട് വരുന്നത് ആർട്ടിക്കിൾ 19(1) ആണ് കേട്ടോ. അടുത്തത് ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ സംരക്ഷണം അവയുടെ ആവാസ വ്യവസ്ഥയുടെയും വിപുലീകരണവും ലക്ഷ്യമിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച പുതിയ പ്രോഗ്രാം ഏതാണെന്നുള്ളതാണ്. ഏതാണ് ലയൺ സ്പീഷ്യസ് സ്പോട്ട്ലൈറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ്. ഈ പറയുന്ന സിംഹത്തെ പറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലയൺ സ്പീഷ്യസ് സ്പോട്ട്ലൈറ്റ് പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ഏഷ്യാറ്റിക് ലയൺസിനെ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഗീർ വനങ്ങളിലാണ്, അല്ലെ ഈ പറയുന്ന ഗീർ നാഷണൽ പാർക്കിലാണ്. ഗീർ നാഷണൽ പാർക്കിലാണ് കേട്ടോ. അടുത്തത് മെയ് മാസത്തിൽ നോർവേയിൽ ഓസ്ലോയിൽ വെച്ച് നടക്കുന്ന എത്രാമത് നോർഡിക് ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. എത്രാമതാണ്? 3ാമതാണ് കേട്ടോ. എത്രാമതാണ്? 3ാമതാണെന്ന് എന്ത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് 2026 ഫിബ അണ്ടർ 18 ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന്റെ ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണെന്നുള്ളതാണ്. ഫിബ അല്ലെ ഫിബ എന്താണ്? ഫിബയ്ക്ക് അണ്ടർ 18 ഏഷ്യ കപ്പ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണത്? അത് അഹമ്മദാബാദ് ആണ്. എവിടെയാണ് അഹമ്മദാബാദ്? ഗുജറാത്തിലാണ് അഹമ്മദാബാദ് അല്ലെ. എവിടെയാണത്? ഗുജറാത്തിലാണ് എന്തെന്ന് പറയുന്നത്? അഹമ്മദാബാദ് എന്ന് പറയുന്നത് അല്ലെ. അടുത്തത് ഇന്ത്യയുടെ ആദ്യ അനലോക ബഹിരാകാശ പര്യവേഷണ ദൗത്യം ആരംഭിച്ചത് എവിടെയാണെന്നുള്ളതാണ് അല്ലെ. അപ്പം ഇത് പര്യവേഷണ ദൗത്യം ഉദ്ദേശിക്കുന്ന ഒരു അനലോഗ് സ്പേസ് മിഷൻ ആണ്, ഉള്ളതല്ല, അനലോഗാണ്. അപ്പൊ അതിനുള്ള സെറ്റപ്പ് നടത്തിയിട്ടുണ്ടാകുന്ന എവിടെയാണ്? ലഡാക്കിലാണ്. ലഡാക്കിന് ഈ പറയുന്ന ചന്ദ്രനോടും സ്പേസിലെ ബാക്കിയുള്ള എന്താണ് സ്ഥലങ്ങളൊക്കെ ഒരുപാട് താരതമ്യം അല്ലെങ്കിൽ സാമ്യമൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ലേയിൽ വെച്ച് നടത്തുന്നത് അല്ലെ. ഓക്കെ, നമ്മൾ ശുഭാംശു ശുക്ലയൊക്കെ എന്ത് ചെയ്യുന്നത്? പോകുന്ന ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മുന്നോടിയായിട്ടാണ് എന്ത് നടത്തുന്നത്? ഈ പറയുന്ന അനലോഗ് സ്പേസ് മിഷൻ നടത്തുന്നത്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം എവിടെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലുള്ള റെയിൽ തുരങ്കം എവിടെയാണ് നിർമ്മിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക. പ്രധാനമായിട്ടും ഈ പറയുന്ന കടലിനടിയിലൂടെ റെയിൽ തുരങ്കം എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഈ പറയുന്ന മുംബൈ അഹമ്മദാബാദ് എന്താണ് റെയിലിന്റെ ഭാഗമായിട്ടായിരിക്കും നിർമ്മിക്കുക അല്ലെ. അത് എവിടെയായിരിക്കും വരുന്നത്? വിക്രോളിയിലാണെന്നുള്ളതാണ് അല്ലെ. എവിടെയാണ് വരുന്നത്? വിക്രോളിയിലാണെന്നുള്ളതാണ്. വിക്രോളി. ഓക്കെ, എവിടെയാണത്? വിക്രോളി അല്ലെ. നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട് വട്ടോളി എന്ന് പഠിച്ചു വെക്കരുത്, വിക്രോളി എന്ന് തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ 2024-25 വർഷത്തെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിൽ കേരളം നേടിയിട്ടുണ്ടാകുന്ന ഗ്രേഡ് എത്രയാണെന്നുള്ളതാണ്. കേരളം നേടിയ ഗ്രേഡ് എന്ന് പറയുന്നത് പ്രശസ്ത ഗ്രേഡ് 2 എന്നുള്ളതാണ് കേട്ടോ. എന്താണ് പ്രശസ്ത ഗ്രേഡ് 2? അതായത് പ്രശസ്ത ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന് പറഞ്ഞ് 3 ഗ്രേഡ് ഉണ്ട്. ഇത് പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗ്രേഡ് കൊടുക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയമാണ് കൊടുക്കുന്നത്. അതിൽ പ്രശസ്ത ഗ്രേഡ് 2 ആണ് എന്ത് ചെയ്തത്? കേരളത്തിന് കിട്ടിയത് കേട്ടോ. കേരളത്തിന് കിട്ടിയത്. ഓക്കെ, കഴിഞ്ഞ വർഷം 3rd നിന്ന്, അതായത് പ്രശസ്ത ഗ്രേഡ് 3ൽ നിന്നും കേരളം പ്രശസ്ത ഗ്രേഡ് 2ലേക്ക് എന്ത് ചെയ്തു? ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ചോദ്യം കൂടെ നോക്കാം. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാന്നുള്ളതാണ് അല്ലെ. കയറ്റുമതി വരുമാനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല, ഗുജറാത്ത് തന്നെയാണ് അല്ലെ. ഏറ്റവും കൂടുതൽ വലിയ എന്താണ് ഷിപ്മെന്റ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഗുജറാത്തിലെ കണ്ട്ല പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഗുജറാത്ത്. 2ാം സ്ഥാനത്ത് ആരാണ്? പറയാവോ? ഓക്കെ, 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും 3ാം സ്ഥാനത്ത് തമിഴ്നാടുമാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ. 1ാം സ്ഥാനത്ത് ഗുജറാത്ത്, 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര, 3ാം സ്ഥാനത്ത് തമിഴ്നാട്. ഓക്കെ അല്ലെ. ഓക്കെ, ഒരു ചോദ്യം കൂടെ നോക്കാം. ചോദ്യം എന്താണ്? ഏതൊക്കെ രാജ്യങ്ങളിലാണ് എബോളയുടെ ബുണ്ടിബ്യൂഗോ വകഭേദം പടർന്നു പിടിക്കുന്നതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന അടുത്തിടെ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നുള്ളതായിരുന്നു അല്ലെ. ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെയാണ്? അതായത് എബോള പടർന്നു പിടിച്ചത് എവിടെയായിരുന്നു? എവിടെ ആദ്യമായിട്ട്? ഈ പറയുന്ന കോങ്കോ, ഉഗാണ്ടയിലും മറ്റുമായിട്ടായിരുന്നു അല്ലെ. എവിടെയാണ്? കോങ്കോയിലും ഉഗാണ്ടയിലും മറ്റുമായിട്ടായിരുന്നു അല്ലെ. ഈ പറഞ്ഞ എബോള നദിയുടെ തീരങ്ങളിലായിട്ടാണ് എന്ത് പടർന്നു പിടിച്ചത്? ഈ പറയുന്ന എബോള പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഓർത്തിരിക്കുക, എബോള എവിടെയാണ് പടർന്നു പിടിക്കുന്നത്? കോങ്കോ, ഉഗാണ്ട. ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുണ്ടായിരുന്ന കോങ്കോയിലും ഉഗാണ്ടയിലുമാണെന്നുള്ളതാണ് അല്ലെ. അപ്പോൾ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ പറഞ്ഞ റിവിഷനാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. റിവിഷനാണ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറഞ്ഞ രീതിയിൽ റിവിഷൻ എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് റിവിഷൻ എന്ന രീതിയിൽ എടുത്ത് വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മൾ എല്ലാ ചോദ്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റാണേ? ഓക്കെ, സെറ്റാണല്ലോ. പിന്നെ എന്താണ്
മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ഒരു അണ്ടർ വാട്ടർ മ്യൂസിയം എവിടെയാണ് വരുന്നത് എന്നുള്ളതായിരുന്നു. അത് സിന്ധുദുർഗിലാണ് നമ്മൾ പറഞ്ഞത്. സിന്ധുദുർഗ് തീരത്തിലാണ് വരുന്നത് പറഞ്ഞു. അപ്പം ഈ പറയുന്ന അണ്ടർ വാട്ടർ മ്യൂസിയം എന്ന് പറഞ്ഞപ്പോൾ പൊതുവെ എനിക്ക് തോന്നുന്നു ഒരാൾ ഇപ്പോൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന് മുമ്പ് എവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചത്. അത് അണ്ടർ വാട്ടർ മ്യൂസിയം അല്ല. അതായത് ഇന്ത്യയിൽ ഒരു മ്യൂസിയം, അത് ഈ പറയുന്ന അണ്ടർ വാട്ടർ എന്ന രീതിയിൽ ഒരു മ്യൂസിയം വന്നത് അതൊരു സബ്മറൈൻ മ്യൂസിയം ആയിരുന്നു. അത് വിശാഖപട്ടണത്താണ്. ഓക്കെ, പക്ഷെ അതൊരു അണ്ടർ വാട്ടർ മ്യൂസിയം അല്ല കേട്ടോ, അതൊരു സബ്മറൈൻ മ്യൂസിയം ആണ്. അത് എവിടെയാണ്? ഒരു അണ്ടർ വാട്ടർ സബ്മറൈൻ മ്യൂസിയം ആണ് വിശാഖപട്ടണത്തുള്ളത്. അല്ലാതെ ഒരു അണ്ടർഗ്രൗണ്ട് മ്യൂസിയം എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും ഈ പറയുന്ന എവിടെയാണ് വരുന്നത്? സിന്ധുദുർഗിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതായത് കൊങ്കൺ തീരത്തുള്ള സിന്ധുദുർഗിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് ചോദ്യം എന്നുള്ളതാണ് എന്ന് പറയുന്നത് നമ്മുടെ വീക്ക്ലി കറന്റ് അഫയേഴ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ താങ്ക് യു. വീണ്ടും കാണാം. ബൈ.